പേര് സിക്സൻ. ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് ഒരു പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാലേ അടിപൊളി ഡയറക്ടർ ഉണ്ടാ, ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാ. നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ട് എടുത്തുണ്ട്. എൻ്റെ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എൻ്റെ ചങ്കോട്ട് വിളിച്ചാണ്. എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചത് കിട്ടണില്ല, ഓരോ റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിൻ്റെ ഇടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ കഥ സോറി. അവ എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തെറ്റിപ്പോയി. അടിപൊളി പടി സൂപ്പർ. പിന്നെ എന്റെ ബാലു സൂപ്പർ. അടിപൊളി കേട്ടാ. പിന്നെ ഫുൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള. ഓക്കെ, എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യന്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം. സൗബിക, സിദ്ധു, ഗണപതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യം. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ആക്ടർ സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ എഴുതുന്നത്. അത് എന്താ പറയുക, ഗണപതിക്കൊരു വെരി കൺഗ്രാജുലേഷൻസ്. ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക്, അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുശീൽ സാറിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. സൗണ്ട്, മ്യൂസിക്, എൻ്റെ ടീം. താങ്ക് യു. അതെ, ഒരു കാര്യം പറയണ്ടേ, അതെന്നുവെച്ചാൽ നമ്മ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റോണിഷ്, ഞാനത് മെയിനായിട്ട് പറയണം. അവൻ കാരണമാണ് കേട്ടാ ഈ സിനിമ എല്ലാത്തിനും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മുടെ പയ്യനാണ് റോണിഷ്, നമ്മൻ്റെ എന്താ പറയാ. പിന്നെ സുശീൽ ശ്യാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതലേ ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കിയാണ് ഒന്ന് കാണുന്നത്. സുശീലി സൂപ്പർ മുറ്റേ. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ. എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് കുട്ടൻ.
വീണ്ടും എല്ലാവരും കൂട്ടുകാരോ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടാന്ന് കാണിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുകൂടെ എന്നുള്ള പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണിത്. അതുകൊണ്ട് ഇത് പടം എന്ന് ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ജീവിതം ചെയ്തതിന് ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ ആർട്ട് ഡയറക്ടർ അജയറിനെ, കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചേരം അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കേവലി എത്തിപ്പെട്ട ഒരു അവസ്ഥ. അതുപോലെ ഈ പടം കണ്ടപ്പോൾ കരയോട് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. സുഭാഷ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതൊന്നും പറയത്തില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുന്ന് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത്, ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കാം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിന് കൊണ്ടാണ് വന്ന ആൾക്കാരൊന്നും സിനിമയാക്കാതെ പോയത്. അപ്പോൾ അത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ഞാനത്. ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണുരാണ് ഈ ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് ഇത്രയും ക്യാമറ എൻ്റെ നേരെ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയ ഫിലിം കണ്ടപ്പോൾ തോന്നുന്നത് ഒരു ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ചു ഒരു സമയമുണ്ട്. അതായത് നമുക്ക് ഒഴുകി പോയപ്പോൾ ജൂനിയറിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സെയിം ഫീലിംഗാണ് ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ താങ്ക്സ് ടു ഓൾ. ഇന്ന് രക്ഷപ്പെടുത്തി. ഇതിനകത്ത് എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറാണ്. അവർ കഥാപാത്രമാണ് എൻ്റെ കാര്യഗ്രഹമാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് എന്താണെന്നുള്ളത് ഈ ചിദംബരത്തിനും നമ്മുടെ ഗണപതിയിലേക്ക് ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഗാന്ധർമാന്റെ കഷന്റെയൊക്കെ അത് എങ്ങനെ കറക്റ്റ് ഈ 10-12 കഥാപാത്രത്തിനെ എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഒരു വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളുടെ ഈ അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. പിന്നെ എന്തെങ്കിലും പോലീസുകാരൻ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരൻ അല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടെ അതിനുവേണ്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സോൾവിക്കാം എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഈ സിനിമയിൽ കാണാൻ എല്ലാവർക്കും സന്തോഷം. നന്ദി എല്ലാവർക്കും.
ശരിക്കും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കണക്കൂട്ടിയ സമയത്തും ഇവിടെ ഒരേപോലെ എല്ലാവർക്കും തന്നു. കണ്ണന്മാരുള്ളതുകൊണ്ട് അറിയാൻ വേണ്ടി തങ്ങിയെന്ന് കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കിക്കണ്ണൻ എന്നുള്ള പേര്. അമ്മയുടെ പേരാണ് തങ്ങിയെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് സിനിമ ഇങ്ങനെ ഇറക്കിയത്. നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തോണ്ടില്ല. ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല. അല്ലാതെ നമ്മളെ പുച്ഛിക്കാണ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. ചിരിയോട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. എൻ്റെ റോള് അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചിരുന്ന സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചെയ്തു. അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. സന്തു എന്നുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ട്രിപ്പിന് പോവാത്ത ഒരാൾ ഞാനാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആൾ ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ അവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ, ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങില് ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു കഴിഞ്ഞു. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം വൈകുന്നേരം വീട്ടില് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടിച്ചെല്ലാണ് സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോ ഒരാള് കാവുകൊണ്ട് കൊടുത്ത് ആ അരമതിലേക്ക് ഇരിപ്പുണ്ട്. 2 പേര് കട്ടിലേക്ക് കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോ പാത്രം ഇങ്ങനെ അടുക്കളയുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ എൻ്റെ അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് ലോട്ട്. ഹലോ, എൻ്റെ പേര് ചേട്ടനാണ്. സിജു മഞ്ഞുമൽ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ എന്ത് പറയാനാണ്, ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അഭിനയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയായി ചെയ്തു.